അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വജുനൂദിഹി വഇമാമിർ റബ്ബാനി അൽ മുജദ്ദിദ് അഷ്ശൈഖ് അഹ്മദ് അസ്സർഹിന്ദി റളിയല്ലാഹു തആല അൻഹു വഅസ്ലാഫിഹി വഅഖ്ലാഫിഹി വജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂനു റബ്ബാനിയ്യീൻ. സദഖല്ലാഹുൽ അലീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്നഹ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, സഫർ 28 ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫസാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹുൽ അഖായിദ്, അതുപോലെ ഖുതുബി തുടങ്ങിയ ഗ്രന്ഥങ്ങൾക്ക് ഹാഷിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം സാലക്കൂട്ടി റഹ്മത്തുള്ളാഹി അലൈഹി മുജദ്ദിദ് അൽ-ഫസാനി എന്ന പുണ്യനാമം കൊണ്ട് ആദരിച്ച ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുൽ ഹഖ് അദ്ദഹലബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അഖ്ബാറുൽ അഖ്യാർ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിന് അവസാനമായി ആ ഗ്രന്ഥത്തിനെ കാമിലാക്കിയതിൻ്റെ ശേഷം അക്മലാക്കാൻ വേണ്ടി മുജദ്ദിദ് അൽ-ഫസാനി അഷ്ശൈഖ് അഹ്മദ് സർഹിന്ദി റഹിമഹുള്ളയുടെ മനാഖിബ് പറഞ്ഞുകൊണ്ടിട്ടാണ് കാലഘട്ടക്കാരനായ അബ്ദുൽ ഹഖ് ദഹലവി റഹ്മത്തുള്ളാഹി അലൈഹി അഖ്ബാറുൽ അഖ്യാറിനെ അവസാനിപ്പിച്ചത്. ആ മുജദ്ദിദ് അൽ-ഫസാനി അഷ്ശൈഖ് അഹ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉറൂസ് മുബാറക്കിൻ്റെ ദിനമാണ് സഫറുൽ ഖൈർ 28. ഉറൂസുമായി ബന്ധപ്പെട്ട സൂറത്തുർ റഅദ് വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനഅമ ഉഖ്ബദ്ദാർ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്, ഒരുപാട് മുഹദ്ദിസീങ്ങൾ, ശാരിഹീങ്ങൾ, ഇമാമീങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് പല ദിറാസകളിലും നാം സംസാരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളും ഖുലഫാഉൽ അർബഅ റളിയല്ലാഹു അൻഹും വർഷത്തിൽ ഒരു പ്രാവശ്യം മഹാന്മാരായ ഉഹദ് ശുഹദാക്കൾ റളിയല്ലാഹു അൻഹുമിൻ്റെ സിയാറത്തിനെ പ്രത്യേകമായി കണക്കിലെടുക്കുമായിരുന്നു എന്ന ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരുപാട് പണ്ഡിതന്മാർ ഉറൂസുമായി അടിസ്ഥാനം, ഉറൂസ് മുബാറക്കിൻ്റെ ദലീലായി മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുന്നത്. ഏതായാലും ഇന്ന് മുജദ്ദിദ് അൽ-ഫസാനി അഷ്ശൈഖ് അഹ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിൻ്റെ ദിനം. ബഹുമാനപ്പെട്ട ഇമാമുർ റബ്ബാനി മുജദ്ദിദ് അൽ-ഫസാനി റഹ്മത്തുള്ളാഹി അലൈഹി സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു മഹാമനുഷ്യയാണ്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയുമ്പോൾ റബ്ബാനി, ഇമാമുർ റബ്ബാനി എന്നാണ് പറയുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാൻ 79-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനിയങ്ങളാകണം. കാരണം അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ പറയാത്തത് നസ്രാനികളും യഹൂദികളും പറഞ്ഞുണ്ടാക്കുകയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ഞങ്ങളോട് പറഞ്ഞത് ഈസാ നബിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയാണെന്നും, നജറാനിലെ യഹൂദികൾ വന്ന് പറഞ്ഞത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇബാദത്തെടുക്കാനാണോ ഞങ്ങളോട് കൽപ്പിക്കുന്നത് എന്നൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുണ്യ ഈ ആയത്ത് സൂറത്ത് ആൽ ഇമ്രാൻ്റെ 79-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. തഫ്സീർ ഖാസിൻ, തഫ്സീർ ബൈളാവി, തഫ്സീർ ഖുർത്തുബി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് കൂനു റബ്ബാനിയീൻ എന്ന് പരിശുദ്ധ ഖുർആന് അമ്പിയാക്കളെ നാവിലൂടെ പറയിപ്പിക്കുകയാണ്. അതായത് ഈ അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം മഅസൂമീങ്ങളാണ്. അവർ അള്ളാഹുവിൻ്റെ തൗഹീദിലേക്കല്ലാതെ അവർ വിളിക്കുകയില്ല, അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്കല്ലാതെ അവർ വിളിക്കുകയില്ല എന്ന് സന്ദേശം ഈ ആയത്തിലും അതിൻ്റെ തഫ്സീറുകളിലും മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ എൻ്റെ ഇബാദത്തിലേക്ക് വിളിക്കുക എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചതും മാത്രമല്ല, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിൻ്റെ തൗഹീദ്, അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്കാണ് ഞാനും എൻ്റെ മുൻഗാമികളായ എല്ലാ അംബിയ മുർസലീൻ അലൈഹിമുസ്സലാത്തു വസ്സലാമിൻ്റെ സന്ദേശമെന്നും ദഅവത്തെന്നും വിശദമായി പറഞ്ഞത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാൻ 79-ൽ പറഞ്ഞു കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാകണം. ഉലമാ വ ഫുഖഹാ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച തഅലീഖ്,
വയുഖാലു റബ്ബാനി അല്ലദീ യുറബ്ബിന്നാസ ബിസ്ഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി. റബ്ബാനി റബ്ബാനി എന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ ചെറിയ ചെറിയ വിഷയങ്ങളെ കൊണ്ട്, വലിയ വലിയ വിഷയത്തിൻ്റെ മുമ്പ്, ഇൽമിൻ്റെ ദഖീഖുകൾ, ഇൽമിൻ്റെ അസ്റാറുകളെ മുമ്പ് ചെറിയ ചെറിയ ഇൽമുകൾ, അത്യാവശ്യമായ ഇൽമുകളെ കൊണ്ട് ജനങ്ങൾക്ക് തർബിയത്ത് നടത്തുന്ന റബ്ബാനി, ദീനുള്ള തഖ്വ ഉള്ള ആളുകളാണ് റബ്ബാനി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബ് 3, അതായത് ഇൽമിൻ്റെ ബാബിൽ ഇൽമിൻ്റെ കിതാബിൽ 10ാമത്തെ ബാബായ അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ, അതിൻ്റെ 35ാമത്തെ പേരിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിൽ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഏതായാലും റബ്ബാനീങ്ങളാകണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. റബ്ബാനി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് തർബിയത്ത് നടത്തുന്ന, പ്രത്യേകിച്ചും മുജദ്ദിദ് അൽ-ഫിസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹിയുടെ ഈ വഫാത്ത് ദിനം, ഉറൂസ് മുബാറക്കിൻ്റെ ദിനം, യൗമുർ റബ്ബാനിയീൻ. ഇമാം ഷാരിയാത്തി റഹിമഹുല്ലാഹിന്റെ ഉറൂസ് മുബാറക്ക് മുഹറം 27 മഷായിഖ്, യൗമുൽ മഷായിഖ്, യൗം മഷായിഖ് അഹ്ലു സുന്ന. സർവ്വ അഹ്ലു സുന്നയുടെ മഷായിഖിനെയും അസ്ലാഫിനെയും അഖ്ലാഫിനെല്ലാം തവസ്സുലാക്കിക്കൊണ്ട് സഫർ 25 യൗമുൽ മുജദ്ദിദീൻ ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ സർവ്വ മുജദ്ദിദുകളെയും അസ്ലാഫ് അഖ്ലാഫിനെ തവസ്സുലാക്കിക്കൊണ്ട്, അതുപോലെ യൗമുർ റബ്ബാനിയീൻ, യൗമുർ റബ്ബാനിയീൻ റബ്ബാനിയായ മുത്തഖീങ്ങളായ സർവ്വ ഔലിയാക്കളെയും അസ്ലാഫ് അഖ്ലാഫിനെല്ലാം തവസ്സുലാക്കിക്കൊണ്ട് ഇന്ന് യൗമുർ റബ്ബാനിയീൻ സഫർ 28 അല്ലാഹു തആല മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ഇമാം മുജദ്ദിദ് അൽ-ഫിസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ പേര് അഹമ്മദ് എന്നാണ്, അഹമ്മദ് ഫാറൂഖി. ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഫാറൂഖി എന്ന് പറയാം. മഹാനവറുകളുടെ പിതാവ് അബ്ദുൽ അഹദ് സർഹിന്ദ്, അതായത് പട്യാല, ഫത്ഹ്ഗഡ്, അവിടെ മശ്രിഖി പഞ്ചാബിലാണ് മഹാനവറുകളുടെ ജനനം. മഹാനവറുകൾ ജനിച്ചത് ഷവ്വാലുൽ മുക്കറം 14 971 ഹിജ്റയിൽ, അതായത് മെയ് 16 1564 മഹാനവറുകൾ ജനിച്ചിട്ടുള്ളത്. സർഹിന്ദിൻ്റെ പഴയ പേര് സഹറിന്ദ് എന്നാണ്. അത് അധികമായി ഉപയോഗിച്ച് സർഹിന്ദായി. ഇമാം മുജദ്ദിദ് അൽ-ഫിസാനി അഷൈഖ് അഹമ്മദ് ഫാറൂഖി റഹ്മത്തുള്ളാഹി അലൈഹി 31 പിതാക്കളെ മുഖേന ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കാണ് എത്തുന്നത് അവിടുത്തെ പരമ്പര. 31 വാസിത്തയോടുകൂടെ അമീറുൽ മുഅ്മിനീൻ ഫാറൂഖുൽ ആലം സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളിലേക്ക് എത്തുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട അഹമ്മദ് ഫാറൂഖി മുജദ്ദിദ് അൽ-ഫിസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പിതാക്കൾ അസ്ല് മദീന മുനവ്വറിലെ ആളുകളാണ്. മദീന മുനവ്വറയിൽ നിന്ന് അവർ അഫ്ഗാനിസ്ഥാനിലെ കാബുൽ രാജ്യത്തിലേക്കാണ് വന്ന് താമസിക്കാൻ തുടങ്ങിയത്. ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫിസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹിമഹുള്ളയുടെ 6ാമത്തെ പിതാവായ ഇമാം റഫീഉദ്ദീൻ കാബുലിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിലേക്ക് വന്നു. ഹിജ്റ 8ാം നൂറ്റാണ്ടിലാണ്. മാത്രമല്ല 14ാം നൂറ്റാണ്ട് ഈസ്വിയുടെ ആ കാലത്തിൽ ഫൈറോസ് ഷായുടെ ഭരണകാലത്താണ് ഷെയ്ഖ് റഫീഉദ്ദീൻ നവറല്ലാഹു മർഖദഹു സർഹിന്ദിലേക്ക് പിന്നീട് താമസമായത്. മഹാനാ മുജദ്ദിദ് അൽ-ഫിസാനി ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കുട്ടിക്കാലം പരിശുദ്ധ ഖുർആൻ ചെറിയ വയസ്സിൽ തന്നെ പഠിച്ചു. മാത്രമല്ല ഹിഫ്ളാക്കിയുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ഷെയ്ഖ് അബ്ദുൽ അഹദ്, ആ മഹാനവറുകളിൽ നിന്നാണ് മുജദ്ദിദ് അൽ-ഫിസാനി ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് അഖ്ലിയായ നഖ്ലിയായ ഇൽമുകൾ കരസ്ഥമാക്കുന്നത്. മാത്രമല്ല കശ്മീരിലെ ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് മൗലാന കമാൽ കശ്മീരി, അതുപോലെ മൗലാന ഷെയ്ഖ് യഅഖൂബ് കശ്മീരി, അവരിൽ നിന്നാണ് ഒരുപാട് അഖായിദിൻ്റെയും ഹദീസിൻ്റെയും കിതാബുകൾ പഠിക്കുന്നത്, എന്നിട്ട് സനദ് സ്വീകരിക്കുന്നത്. മാത്രമല്ല ഖാദി ബഹ്ലൂൽ ബദഖ്ശി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഒരുപാട് തഫ്സീറുകളും ഹദീസുകളും മറ്റും ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാം പഠിക്കുന്നത് ഖാദി ബഹ്ലൂൽ ബദഖ്ശി എന്നവരിൽ നിന്നാണ്. ഖാദി ബഹ്ലൂൽ ബദഖ്ശി റഹ്മത്തുള്ളാഹി അലൈഹി മുസൽസലായ ഹദീസ് ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ അല ഹദ്റത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇജാസാത്തുൽ മദീന ലി ഉലമായി ബക്കത്ത് വൽ മദീന എന്ന് പറഞ്ഞ ആ ഇജാസാത്ത് മുസൽസലാത്തിൻ്റെ ഗ്രന്ഥത്തിൽ ആദ്യമായി ഉദ്ധരിച്ച മുസൽസൽ ബിൽ അവലിയ ഈ ഹദീസ് ഷരീഫ്. മാത്രമല്ല മുസൽസലാത്ത് സുംബുലിയ, ഹദീസ് സുംബുലിയ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട ഒരു ഗ്രന്ഥം സുംബുൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നമ്മുടെ മർക്കസ് അക്കാബിർ അഹ്ലുസുന്ന ദാറുൽ ഇഫ്താൽ അസ്ഹരിയെ നമുക്ക് കാണാം. അതിലെ മുസൽസൽ ബിൽ അവലിയത്തായ ഈ ഹദീസ് ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, അതുപോലെ നമ്മുടെ അക്കാബിരിങ്ങളായ ഹനഫി അക്കാബിരിങ്ങളും ഷാഫി അക്കാബിരിങ്ങളും സാധാരണയിൽ ബുഖാരി ഷരീഫിൻ്റെ മുമ്പ്
അതുപോലെ മറ്റു ഹദീസിന്റെ സനദ് കൊടുക്കുമ്പോൾ ആദ്യമായി കൊടുക്കുന്ന ഹദീസ് ഇർഹമു മൻ ഫിൽ അർദി ഇർഹമുക്കും മൻ ഫിസ് സമാ ഹഫളഹുമുല്ലാഹു തആല. ഈ ഹദീസ് ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഖാദി ബഹ്ലൂൽ ബദഖ്ശി എന്നവർ കൊടുക്കുകയാണ്. അതോടുകൂടി മിഷ്കാത്തുൽ മസാബിഹിന്റെ ഇജാസത്തും കൊടുത്തു. ഈ ഇജാസത്ത് കിട്ടിയതിന്റെ ശേഷം മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ആത്മീയമായി ഉണ്ടായ ആ രസം, ആത്മീയമായി ഉണ്ടായ ആ തർക്കി, ആ വിജയത്തിന് ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എനിക്ക് ഈ ഇജാസത്ത് കിട്ടിയതിൻ്റെ ശേഷം ഞാൻ തബഖത്തുൽ മുഹദ്ദിസീനിൽ ബഹുമാനപ്പെട്ട ഖാദി ബഹ്ലൂൽ ബദഖ്ശി എന്നവർ എന്നെ ചേർത്തിട്ടുണ്ട്, പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞത് മശായിഖ് നഖ്ശബന്ദിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ബഹുമാനപ്പെട്ട മശായിഖ് നഖ്ശബന്ദിയ 478 പേജിൽ കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ആരിഫ് ബില്ലാഹ് ഷെയ്ഖുൽ മശായിഖ് ഖാജ ബാഖി ബില്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുരീദാണ്. ഷെയ്ഖ് ബാഖി ബില്ലാഹ് 1008 ഹിജ്റയിൽ ഒരു സുന്നത്തായ ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് ഡൽഹി മുഖേന യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്രയിലാണ് ആദ്യമായി മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഖാജ ബാഖി ബില്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹിനെ കാണുന്നത്. 3 മാസവും മഹാനവറുകളുടെ അടുക്കൽ നിന്ന് ഒരുപാട് ആത്മീയമായി ഇൽമുകളും ഫൈളുകളും മഹാനവറുകൾ കരസ്ഥമാക്കി. ആ വേളയിലാണ് മുജദ്ദിദ് അൽഫസാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഖാജ ബാഖി ബില്ലാഹ് ഖിലാഫത്തും ഇജാസത്തെല്ലാം കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് പ്രൊഫസർ മുഹമ്മദ് മസ്ഊദ് അഹമ്മദ് നവറല്ലാഹു മർഖദഹു അവിടുത്തെ മുജദ്ദിദ് അൽഫസാനി 28 മുതൽ 42 പേജിൽ വിശദമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ന തസ്നീഫ് അൽ ആലിമി വലദുഹുൽ മുഖല്ലദ്, മഹാന്മാരുടെ ഗ്രന്ഥങ്ങളാണ് ഇവിടെ സാക്ഷ്യതമായി നിൽക്കുന്ന മക്കൾ എന്ന് ബഹുമാനപ്പെട്ട ജമാലുദ്ദീനുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സയ്യിദുൽ ഖാത്തിറിൽ രേഖപ്പെടുത്തിയതായി കാണാം. ആ മഹാനവറുകൾ മുജദ്ദിദ് അൽഫസാനി ഷെയ്ഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അറിയപ്പെട്ട ഗ്രന്ഥം മക്തൂബാത്ത് ഇമാം റബ്ബാനി, അത് അറബിയിലും ഉറുദുവിലും എല്ലാം പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അൽ മുന്തഖബാത്ത് മിനൽ മക്തൂബാത്ത്, തുർക്കിയിൽ നിന്ന് ഇറങ്ങുന്ന മഹത്തായ ഗ്രന്ഥം. അതുപോലെ മക്തൂബാത്ത് ഇമാം റബ്ബാനി ഒരു മഹത്തായ ഗ്രന്ഥമാണ്. സാധാരണക്കാരിലേക്ക് മാത്രമല്ല, ഭരണാധികർക്കും രാജാക്കന്മാർക്കും അങ്ങനെയുള്ള ഒരുപാട് ഉമറാക്കൾക്കെല്ലാം ദീനി ദഅവത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, ദീനിലേക്ക് സുന്നത്ത് ജമാഅത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, ശരീഅത്തുൽ ഇസ്ലാമിയ ത്വരീഖത്തുൽ മുസ്തഖിമയിലേക്കായിരിക്കണം ജീവിതം, അതിലാണ് ഇസ്തിഖാമത്ത് വേണ്ടത് എന്ന സന്ദേശം ബഹുമാനപ്പെട്ട ഇമാം റബ്ബാനി മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദഅവത്തിന്റെ മേഖല പലർക്കും മക്തൂബാത്ത് എഴുതിക്കൊണ്ട്, ഒരുപാട് രാജാക്കന്മാർക്കും ഉമറാക്കൾക്കും കത്തുകൾ എഴുതിക്കൊണ്ടിട്ടാണ് മഹാനവറുകൾ ദീനി ദഅവത്ത് നടത്തിയത്. ആ മഹാനവറുകളുടെ ആ കലമ കൊണ്ടിട്ടുള്ള യുദ്ധം, സമരം, അതാണ് മക്തൂബാത്തിൽ പ്രധാനമായി കാണുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ഗ്രന്ഥങ്ങൾ, അൽ മബ്ദഉ വൽ മആദ്, മുകാശഫാത്തുൽ ഗൈബിയ്യ, മആരിഫുൽ ലദുന്നിയ, ആദാബുൽ മുരീദീൻ, ഇസ്ബാത്തുൻ നുബുവ, അതുപോലെ വഹദത്തുൽ വജൂദിനെ സംബന്ധിച്ച് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള റിസാല, ഷിയാക്കൾക്ക് റദ്ദായിട്ട് റദ്ദുർ റഫള, ശറഹ് റുബായിയാത്തു ഖാജായിരിങ്ക്, അതുപോലെ റിസാല മഖ്സൂദ് സ്വാലിഹീൻ, റിസാല അൽ ജദ്ബ് വസ്സുലൂക്ക്, റിസാലത്തു തഹ്ലീലിയ, അൽ ഇസ്ബാത്തു വസ്സുബൂത്ത്, അതുപോലെ ഇൽമുൽ ഹദീസിലെ റിസാലകൾ, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനായ മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയെന്ന് പ്രൊഫസർ മുഹമ്മദ് മസ്ഊദ് അഹമ്മദ് നവറല്ലാഹു മർഖദ അവിടുത്തെ മുജദ്ദിദ് അൽഫസാനി എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ 19 പേജിൽ വിശദീകരിക്കുകയാണ്. ഏതായാലും മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹ്മത്തുള്ളാഹിയുടെ മക്തൂബാത്ത് ഡോക്ടർ ഇഖ്ബാൽ നവറല്ലാഹു മർഖദ അദ്ദേഹം ഒരുപാട് മുതാല ചെയ്തിരുന്ന ഒരു ഗ്രന്ഥമാണ് മക്തൂബാത്ത് ഇമാം റബ്ബാനി. ഹക്കീമുൽ ഉമ്മ അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാൽ ഒരു ബൈത്തിൽ തന്നെ പറഞ്ഞത് കാണാം, ഹാസിർ ഹുവാ മേ ശൈഖ് മുജദ്ദിദ് കി ലഹത് പർ വ ഖാക്ക് ഹേ സേരെ ഫലക് മത്ലഇ അൻവാർ. അല്ലാമ ഇഖ്ബാൽ ഏറ്റവും കൂടുതൽ മുതാല ചെയ്തിരുന്നത്, ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാൽ ഏറ്റവും കൂടുതൽ മുതാല ചെയ്തിരുന്നത് മുജദ്ദിദ് അൽഫസാനി അഷ്ശൈഖ് അഹമ്മദ് സർഹന്ദി റഹിമഹുല്ലാഹിന്റെ മക്തൂബാത്തും അതുപോലെ ഇമാം അഹ്മദുല്ലാഹ് റഹ്മത്തുള്ളാഹിയുടെ അൽ ലതായ നബവിയ ഫിൽ ഫതാവ റദ്വിയയാണ്. മാത്രമല്ല ഡോക്ടർ ഇഖ്ബാൽ അദ്ദേഹം ഒരുപാട് ബൈത്തുകൾ, പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചിലതെല്ലാം ശർഇന് വിപരീതമുണ്ട്, എങ്കിലും
അദ്ദേഹത്തിൻ്റെ നാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്സാരപ്പെടുത്തിയിട്ട് ഒരു വാക്ക് വന്നിട്ടില്ല എന്നതാണ് മഹാനവറുകളുടെ ഉയർച്ചയ്ക്ക് കാരണമായത്. ബഹുമാനപ്പെട്ട ആലാ ഹദ്റത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഡോക്ടർ ഇക്ബാലിനെതിരെ ഒരു ഫത്വ ഇറക്കിയിട്ടുണ്ട് എന്ന് പച്ചക്കളവ് ചില ആളുകൾ പറഞ്ഞു പരത്താറുണ്ട്. സത്യത്തിൽ ആലാ ഹദ്റത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഡോക്ടർ ഇക്ബാലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കേടായിട്ട് ഫത്വ എഴുതിയിട്ടേ ഇല്ല. അതേ സ്ഥാനത്ത് ആലാ ഹദ്റത്ത് റഹ്മത്തുള്ളാഹിയുടെ 2 മക്കൾ, ഒന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് റള റഹ്മത്തുള്ളാഹി അലൈഹി 1934 അവസാനമായി അന്ത്യതീരുമാനം എന്ന് ഒരു വാദപ്രതിവാദത്തിന് വേണ്ടിയിട്ട് അഷ്റഫ് അലി താൻവി പോലത്തെ ദേവബന്ദി വഹാബികളെ വിളിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. എന്നാൽ ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് റള റഹ്മത്തുള്ളാഹി അലൈഹി വന്നു, പക്ഷേ അഷ്റഫ് അലി താൻവി വന്നിട്ടില്ല. അത് ആ സമയത്താണ് ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് റള റഹ്മത്തുള്ളാഹിയുടെയും മർഹൂം ഡോക്ടർ ഇഖ്ബാലിന്റെയും ഇടയിൽ മുലാഖാത്ത്, കണ്ടുമുട്ടൽ നടക്കുന്നത്. ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് റള റഹ്മത്തുള്ളാഹി അലൈഹി ദേവബന്ദി വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്സാരപ്പെടുത്തിയ ആ ഹിഫ്സുൽ ഈമാനും തഹ്ദീറുൻ നാസും ബറാഹീനെ ഖാത്തിയ പോലത്തെ പുസ്തകങ്ങൾ ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് റള റഹ്മത്തുള്ളാഹി അലൈഹി ഡോക്ടർ ഇക്ബാലിന് കാണിച്ചു കൊടുക്കുമ്പോൾ डॉक्टर इकबाल പറഞ്ഞൊരു വാക്ക്, मौलाना ये ऐसी गुस्ताखाना इबारात हैं कि इन लोगों पर आसमान क्यों नहीं टूट पड़ता, इन पर तो आसमान टूट पड़ना चाहिए. ദേവബന്ദി വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാരപ്പെടുത്തി എഴുതി കണ്ടപ്പോൾ ഡോക്ടർ ഇക്ബാൽ പറഞ്ഞൊരു വാക്കാണിത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാരപ്പെടുത്തിയ ആളുകൾക്ക് എന്തുകൊണ്ട് ആകാശത്തിൽ നിന്ന് അദാബ് ഇറങ്ങുന്നില്ല? ഇവർക്ക് അദാബ് ഇറങ്ങേണ്ടതായിരുന്നു. അത്രമാത്രം ദുഃഖത്തോടെ പറഞ്ഞത് ദഅവത്തുൽ ഫിക്ർ 25-ാമത്തെ പേജിൽ കാണാം. അതുപോലെ ഇമാം ഷാരിയാത്ത് റഹിമഹുള്ളയുടെ മഖാമു ഷാരിയാത്തിക്ക് വലിയ ഖിദ്മത്ത് ചെയ്ത പണ്ഡിതന്മാര് മർക്കസ് അഹ്ലി സുന്നത്ത് ബർക്കാത്ത് റസ ഗുജറാത്തിൽ നിന്ന് ഇതാ ഒരു മഹത്തായ ഗ്രന്ഥം, ലറൂറിയാത്തുദ്ദീനെ നിഷേധിച്ചവരെ മാത്രമേ അഹ്ലു സുന്ന തക്ഫീർ ചെയ്തിട്ടുള്ളൂ എന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിന്റെ 242, 243-ാമത്തെ പേജിൽ മുഫ്തി ആദം റഹിമഹുല്ല ഡോക്ടർ ഇക്ബാലിനെ സംബന്ധിച്ച് പറഞ്ഞതും, അതുപോലെ 246, 247 ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് റള റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയതും നമുക്ക് കാണാൻ കഴിയും. മുഫ്തി ആദം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഡോക്ടർ ഇക്ബാലിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, ഡോക്ടർ ഇക്ബാലിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൽ നിന്ന് ശർഇന് വിപരീതം ഒരുപാട് വന്നിട്ടുണ്ട്. കുഫ്രി ഫിഖ്ഹിയായ പല കുഫ്രിയത്തും അദ്ദേഹത്തിന്റെ പാട്ടിലും വന്നിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം നിസ്സാരപ്പെടുത്തിയിട്ടില്ല. തൻ്റെ വിവരക്കേട് കൊണ്ടിട്ട്, വലിയ ഒരു ആലിമോ ഒന്നുമല്ല, തൻ്റെ വിവരക്കേട് കൊണ്ട് ചില ശർഇയ്യ തെറ്റുകളൊക്കെ ഡോക്ടർ ഇക്ബാലിന് വന്നിട്ടുണ്ട്. പക്ഷേ അവസാന സമയം അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട് എന്നും മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരപ്പെടുത്തിയിട്ടില്ലല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൗബക്ക് അള്ളാഹു തൗഫീഖ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ഡോക്ടർ ഇക്ബാൽ പറഞ്ഞ് ഒരു ബൈത്ത് ബമുസ്തഫ ബർസാ ഹുവേഷ് എന്ന് പറഞ്ഞിട്ട് ബൈത്ത് പാടിക്കൊണ്ട് മുസ്തഫ അള്ളാഹ് മുഫ്തി ആദം റഹ്മത്തുള്ളാഹി അലൈഹി പൊട്ടി കരയുകയാണ്. തജാനിബു അഹ്ലി സുന്ന പേജ് 5-6 അതുപോലെ നേരത്തെ പറഞ്ഞ ഗുജറാത്ത് പോർബന്തറിൽ നിറങ്ങിയ ആ മഹത്തായ ഗ്രന്ഥത്തിന്റെ 242, 243-ാമത്തെ പേജിലും കാണാം. അപ്പൊ ഏതായാലും ഡോക്ടർ ഇക്ബാല് മർഹൂം ഏറ്റവും കൂടുതൽ മുതാല ചെയ്തിരുന്ന ഗ്രന്ഥമാണ് മക്തൂബാത്ത് ഇമാം റബ്ബാനി. മക്തൂബാത്ത് ഇമാം റബ്ബാനി അതുപോലെ മുജദ്ദിദ് അൽ-ഫസാനി റഹ്മത്തുള്ളാഹിയുടെ രചനകളും ഖിദ്മത്തും നടക്കുന്ന കാലഘട്ടം എങ്ങനത്തെ കാലഘട്ടമാണ് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് ഖുറാഫാത്തും അനാചാരങ്ങളും രാജാക്കന്മാരുടെ നേതൃത്വത്തിലും വലിയ വലിയ ആളുകളുടെ നേതൃത്വത്തിലും അന്ന് അതിന് എതിര് പറഞ്ഞാൽ വലിയ ഫിത്നയും നാശവും സംഭവിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. മാത്രമല്ല അക്ബർ പോലത്തെ ജലാലുദ്ദീൻ അക്ബർ രാജാവിൻ്റെ ഇസ്ലാമല്ല, ഇസ്ലാമിന് വിപരീതമുള്ള ഒരുപാട് ചലനങ്ങൾ, ഇതിനെല്ലാം ശബ്ദിച്ച ഒരു മഹാമനുഷ്യയാണ് ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫസാനി അഷ്ശൈഖ് അഹ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. ജലാലുദ്ദീൻ അക്ബറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 3 കാലമുണ്ട്. ആദ്യത്തെ കാലം 963 മുതൽ 983 ഹിജ്റ വരെ, അതായത് 1556 ഈസ്വി മുതൽ 1575 വരെ ഒരു നല്ല കോലത്തിലാണ് അക്ബർ ഉള്ളത്. 18-20 വയസ്സിൻ്റെ ആ സമയം ശരീഅത്തിൻ്റെ ഹുക്മുകളൊക്കെ പാലിക്കും, ജമാഅത്ത് നിസ്കാരമൊക്കെ നല്ല ശ്രദ്ധിക്കും, പള്ളി നവാഫത്തിൻ്റെ കാര്യം പോലും ശ്രദ്ധിക്കും, പണ്ഡിതന്മാരോടും മശായിഖുകളോട് വലിയ ബഹുമാനവും ആദരവും, സൂഫിയാക്കളോടും ഔലിയാക്കൾ സ്വാലിഹീങ്ങളോട്
അവർ ഹളറാത്തിലേക്കൊക്കെ എപ്പോഴും പോവുക മാത്രമല്ല അകാബിരിങ്ങളായ ഉലമാ മശായിഖ് അഹ്ലുസുന്നയുടെ വലിയ ഖിദ്മത്ത് എടുക്കുക. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അക്ബറിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അക്ബറിൻ്റെ രണ്ടാമത്തെ കാലം 983 മുതൽ 985 വരെ ഉള്ള കാലം, അതായത് 1575 മുതൽ 1578 വരെ ഉള്ള ആ കാലഘട്ടത്തിൽ ഷെയ്ഖ് അബ്ദുള്ള സർഹിന്ദ് ഉണ്ടാക്കിയ ഒരു കെട്ടിടം ഇബാദത്ത് ഖാന എന്ന പേര് വെച്ച് അവിടെ അക്ബർ ഒരുപാട് ആളുകളെ വിളിച്ചുകൂട്ടും. പല വിധത്തിലുള്ള ആളുകളെ, ഇൽമിൻ്റെ ആളുകളെ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചുകൂട്ടും. എന്നാൽ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഹിർസും തമവും അത് അക്ബറിനെ പണ്ഡിതന്മാരോട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ടായെങ്കിലും പക്ഷേ അന്നുള്ള ഉലമാ ഉസ്സൂഇൻ്റെ കാരണം കൊണ്ട് അക്ബറിൻ്റെ മനസ്സ് ചേഞ്ച് ആകാൻ തുടങ്ങി. പല വിധത്തിലുള്ള കുഫ്രിയത്തിൻ്റെയും വലാലത്തിൻ്റെ ഫത്വകൾ ധാരാളം വരാൻ തുടങ്ങി. അക്ബറിൻ്റെ മനസ്സ് ചേഞ്ച് ആകാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് അക്ബറിൻ്റെ ഈ നീച പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അന്നുള്ള ഖാദി മുല്ല മുഹമ്മദ് യസ്ദി പരസ്യമായി അക്ബർ മുബത്തദി ആയി എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അക്ബറിനും അക്ബറിൻ്റെ ആളുകൾ മുല്ല മുഹമ്മദ് യസ്ദി എന്നവരെ, മുഇസുൽ മലിക്, ഖുത്ബുദ്ദീൻ ഖാൻ, ഷഹബാസ് ഖാൻ തുടങ്ങിയവരെ വേറെ വേറെ സ്ഥലത്തിൽ നദിയിൽ മുക്കി അവരെ ചില പണ്ഡിതന്മാരെ ജയിലിലിടുകയും ഈ പണ്ഡിതന്മാരൊക്കെ വെള്ളത്തിൽ മുക്കി ശിക്ഷിക്കുകയും ചെയ്തത് സംഭവം വളരെ പ്രസിദ്ധമാണ്. തദ്കിറത്തു മുജദ്ദിദീനെ ഇസ്ലാം എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ 313 പേജിൽ കാണാം. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു മൂന്നാമത്തെ കാലമാണ് അക്ബറിൻ്റെ 990 മുതൽ 1014 വരെ, അതായത് 1582 ഈസ്വി മുതൽ 1605 ഈസ്വി വരെ ഉള്ള കാലം. അതാണ് ദീനെ ഇലാഹി എന്ന പുതിയ മതം ഉണ്ടാക്കിയ കാലം. 990 ദീനെ ഇലാഹി എന്ന പുതിയ മതം ഉണ്ടാക്കിയത്. തൗഹീദ് എല്ലാം ഹലത്ത് മലത്താക്കിക്കൊണ്ട്, ഹക്കും ബാത്തിലെല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ട്, ഹക്കിൻ്റെ അഹരികാരെയും ബാത്തിൻ്റെ അഹരികാരെല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ട് എല്ലാം ഒന്നാക്കി ഒരു പുതിയ ഒരു മതം കണ്ടുപിടിച്ചത്. അതിന് അക്ബറിന് തണലായി കുറച്ച് വ്യാജകന്മാരായ ഉലമാ ഉസ്സൂ ബാത്തിൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. മുബാറക് നാഗൂരിയും അബുൽ ഫൈലിയും താജുദ്ദീൻ എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാട് ആയത്ത് ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അക്ബറിൻ്റെ വാദങ്ങളെയും അക്ബറിൻ്റെ ദീന ഇലാഹിക്ക് ശക്തിപ്പെടുത്താൻ തുടങ്ങി. പല വിധത്തിലുള്ള വാദങ്ങൾ. ഹജ്ജ് മാഫാണെന്ന് മുല്ല അബ്ദുള്ള സുൽത്താൻപൂരി ഫത്വ, അതുപോലെ താടി വെടിക്കൽ പുണ്യകർമ്മമാണ് എന്ന് ഒരു ഹദീസ്, രാജാക്കന്മാർക്ക് താലീമിലെ സുജൂദ് ജായിസാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബറു ഖലീഫത്തുല്ലാഹി എന്ന കലിമ ചൊല്ലുന്നതിനിക്ക് വിധി അങ്ങനെ കൽപ്പിക്കപ്പെട്ടു, ഇങ്ങനെ ചൊല്ലിയാൽ പ്രശ്നമില്ല. മാത്രമല്ല പലിശ ഹലാൽ, കള്ള് ഹലാൽ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഫത്വകൾ. 4 പ്രാവശ്യം സൂര്യനിക്ക് ഇബാദത്ത് എടുക്കണം എന്നും പള്ളികളെല്ലാം അമ്പലമായി മാറ്റണമെന്നും അതുപോലെ നോമ്പ് നോൽക്കുന്ന വിരോധിക്കുകയും അതുപോലെ ഖിൻസീറിൻ്റെ മാംസം ജായിസാക്കുകയും അങ്ങനെ സത്യനിഷേധികളുടെ ചിഹ്നങ്ങളായ അടയാളങ്ങൾ മുസ്ലിമീങ്ങൾക്കും ബാധകമാണെന്നും അങ്ങനെ ജനാബത്തിൻ്റെ കുടിക്കാതിരിക്കാനും ഇങ്ങനെയുള്ള ദീനിൻ്റെ ഷിആറുകൾ എല്ലാം ഈ വിധത്തിലുള്ള ഖുറാഫാത്തിനെ ആക്കി മാറ്റി വിശദമായി പ്രൊഫസർ മുഹമ്മദ് മസ്ഊദ് അഹമ്മദ് നവറല്ലാഹു മർഖദ അവിടുത്തെ മുജദ്ദിദ് അൽഫെ സാനി എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ 46 മുതൽ 70 വരെ പേജുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. തദ്കിറത്തു മുജദ്ദിദീനെ ഇസ്ലാം 313, 313ലും 314 വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ഈ ദീന ഇലാഹിക്ക് ശക്തമായ രംഗത്ത് എതിർത്ത് വന്ന മഹാനായ മുജദ്ദിദ് അൽഫസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി നവറല്ലാഹു മർഖദഹു റഹിമഹുല്ലാ അക്ബർ ഒക്ടോബർ 21, 1605 മരണപ്പെട്ടപ്പോൾ നൂറുദ്ദീൻ മുഹമ്മദ് ജഹാംഗീർ ബാദഷാ ഖാസി എന്ന പേരിൽ ആ സമയത്ത് മുജദ്ദിദ് അൽഫസാനി 40 വയസ്സായ സമയത്ത് രംഗത്ത് വന്നുകൊണ്ട് രാജാക്കന്മാർക്കും
ഉമറാക്കൾക്കും ഒരുപാട് കത്ത് മുഖേനയും ദീനി ദഅവത്ത് നടത്തിയ സംഭവങ്ങളൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല അന്ന് ത്വരീഖത്തിൻ്റെ പേരിൽ കള്ളത്വരീഖത്തുകാർ ശരീഅത്തുൽ ഇസ്ലാമിയ ഒരു സൈഡായി കണ്ടുകൊണ്ട് ത്വരീഖത്ത് വ്യാജകമായ വാദങ്ങളും ഖുറാഫാത്തെല്ലാം കടത്തിക്കൂട്ടി ഒരുപാട് പ്രവർത്തനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ശക്തമായി എതിർത്ത് എഴുതിയത് മക്തൂബ് നമ്പർ 40, അതുപോലെ 260, അതുപോലെ 229 തുടങ്ങിയ മക്തൂബുകളിലൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. റസായിൽ മുജദ്ദിദ് അൽ-ഫസാനി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, അതിൽ പരിശുദ്ധ ഖുർആൻ മുഅ്ജിസത്താണ് എന്നതിൻ്റെ മേൽ ആക്ഷേപങ്ങളും അതിൻ്റെ മറുപടികളും 101 മുതൽ 110 പേജ് വരെ വിശദമായി പറഞ്ഞത് കാണാം. ഷിയാക്കൾക്ക് റദ്ദ്, റിസാല റദ്ദുർ റവാഫിൽ, റസായിൽ മുജദ്ദിദ് അൽ-ഫസാനി 111 പേജ് മുതൽക്ക് കാണാം. അങ്ങനെ ഇസ്തിലാഹു സൂഫിയൽ അൽ ഫർഖ് ബഅദൽ ജംഅ് അത് വിശദീകരിച്ച് 207 പറഞ്ഞത് കാണാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ റസായിൽ മുജദ്ദിദ് അൽ-ഫസാനി എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ മുജദ്ദിദ് അൽ-ഫസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹിയുടെ റിസാലകളും അതിൻ്റെ സന്ദേശം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിലെ മക്തൂബാത്ത് തന്നെ വലിയ ഒരു ഇൽമിൻ്റെ ദീനിൻ്റെ നിയമങ്ങളുടെ ഒരു ബഹറാണ്, സമുദ്രമാണ് മഹാന മുജദ്ദിദ് അൽ-ഫസാനി റഹിമഹുല്ലാഹിന്റെ കിതാബ് മക്തൂബ് 167 ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ്, അള്ളാഹുവാണ് ഇബാദത്തിന് മുസ്തഹിഖ് എന്ന് വിശദമായി അറിയിച്ച സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്വാഅത്ത് അള്ളാഹുവിൻ്റെ ഇത്വാഅത്താണെന്ന് മക്തൂബ് 156 വളരെ വിശദമായി മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുലഫാഉർ റാഷിദീന്റെ ഇത്തിബാഅ് നിർബന്ധമാകുന്ന എന്ന വിഷയത്തിൽ വളരെ ദലായിലോടുകൂടെ മക്തൂബ് 25 പറഞ്ഞത് കാണാം. അങ്ങനെ ഓരോ വിഷയത്തിൽ ഖളാ 2 വിധമുണ്ട്. മഹാനാ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ദുആ കൊണ്ടിട്ടും അതുപോലെ മഹാനാ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുള്ള ഇഖ്തിയാർ തസറുഫ് കൊണ്ടിട്ടും മഹാന്മാരെ പവർ കൊണ്ട് ഏത് ഖളാ ആണ് തബ്ദീലാകുക, ദുആ കൊണ്ട് ഏത് ഖളാ ആണ് തബ്ദീലാകുക, ഖളാഇന്റെ ഇനങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി മക്തൂബ് 217 മഹാനാ മുജദ്ദിദ് അൽ-ഫസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളെ മഹാനവറുകൾ അത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായി സദുർ ശരിയ അല്ലാമ അംജദ് അലിയുൽ ആദമി നബറല്ലാഹു മർഖദഹു റഹിമഹുല്ലാ അവിടുത്തെ ബഹാറു ശരിയത്തിലും രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ബിദ്അത്തുകാരുടെ ബഹുമാനം, മൻ വഖറ സാഹിബ് ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം തുടങ്ങിയ മഹത്തായ സന്ദേശം 393 മക്തൂബാത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ബിദ്അത്തുകാർ സത്യനിഷേധികളെ സഹവാസത്തെക്കാളും വലിയ ഡേഞ്ചറാകുന്ന സംഭവങ്ങളുണ്ട്. അവരുടെ സഹവാസം ഡേഞ്ചറാണ്, ഒരുപാട് നാശത്തിന് കാരണമുണ്ടാക്കുമെന്ന് മക്തൂബ് 54 190 പേജിൽ മഹാനാ മുജദ്ദിദ് അൽ-ഫസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുകയാണ്. നാം മനസ്സിലാക്കണം, അക്ബർ കേടുവന്നത് ചില ബിദ്അത്തുകാർ ബാത്തിലുള്ള ആളുകളെ കൊണ്ടിട്ടാണ്. ഇത് ഏത് സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനാണ് ശക്തമായി ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി ബിദ്അത്തുകാരുള്ള സഹവാസം ഡേഞ്ചറാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ മക്തൂബാത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം അഹ്മദ് റസാ ഖാൻ ഫാദുൽ ബറേലി റഹ്മത്തുള്ളാഹി തഹരീകുൻ നദ്വ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളും ബിദ്അത്തുകാരെല്ലാം കൂട്ടിക്കൊഴിച്ചുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ മഹാനായ ഇമാം അഹ്മദ് റസാ റഹ്മത്തുള്ളാഹി അലൈഹി ആ കാലഘട്ടത്തിൽ അന്ന് പെട്ടുപോയ ചില പണ്ഡിതന്മാർക്ക് നസീഹത്തായിട്ട് ഒരുപാട് മക്തൂബാത്ത് എഴുതി, ഒരുപാട് കത്തുകൾ എഴുതി. മഹാനായ അലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹിയുടെ അറിയപ്പെട്ട സുഹൃത്തും അറിയപ്പെട്ട പണ്ഡിതനായ മൗലാന മുഹമ്മദ് അലി മൂങ്കീരി നഖ്ശബന്ദി മുജദ്ദിദ് അൽ-ഫസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹിമഹുള്ളാഹിയുടെ നഖ്ശബന്ദിയ മുജദ്ദിദിയ ത്വരീഖത്തിന്റെ ആളാണ്. ആ മഹാനവറുകൾ തഹരീകുൻ നദ്വയിൽ പെട്ടുപോയപ്പോൾ മഹാന ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി ഒരു കത്ത്, ആ കത്തിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി മക്തൂബാത്തിൽ പറഞ്ഞില്ലേ, ബിദ്അത്തുകാര ഫസാദ് അത് വഫസാദെ മുബ്തദി സിയാദതർ അസ് ഫസാദ് സുഹബത്ത് സദ് കാഫിർ അസ്ത്. അതായത് ബിദ്അത്തുകാരുടെ ഫിത്നകൾ നൂറുകണക്ക് സത്യനിഷേധികളുടെ സഹവാസത്തിന്റെ ഫിത്നയെക്കാളും ഡേഞ്ചറാണ്. കാരണം സത്യനിഷേധികൾ ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകളാണ്, മുബ്തദികൾ ബിദ്അത്തുകാർ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ശത്രുക്കളാണ്.
അത് ഡേഞ്ചറാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുജദ്ദിദ് അൽ-ഫസാനി അഷ്ശൈഖ് അഹ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി മക്തൂബാത്തിൽ പറഞ്ഞത് ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ മുഹമ്മദ് അലി മുഞ്ചിരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കത്തെഴുതുകയാണ്. ജഹാന ഇമാം റബ്ബാനി 5-ാം ഇഖ്ലീം 372 മുതൽ 373 പേജ് വരെ കാണാം. മാത്രമല്ല ഇമാമുദ്ദീൻ മുജദ്ദിദ് അൽ-ഫസാനി വ ഇമാം അഹ്മദ് റള എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ 19-ാമത്തെ പേജിലും കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫസാനി അഷ്ശൈഖ് അഹ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മക്തുബാത്തിൽ ഈ സന്ദേശമാണ് ധാരാളം പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്തുകാരുടെ സഹവാസം സുഹബത്തുൽ അശ്റാരി തൂജിബു സൂഅൽ ദന്നി ബിൽ അഖ്യാർ. ബിദ്അത്തുകാരുള്ള സഹവാസം നല്ലവരോട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി തീർക്കുന്നു. ഇത് നമുക്ക് പഠിക്കാൻ വേറൊന്നും പോകേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ ചരിത്രം തന്നെ നമ്മൾ പഠിച്ചാൽ മതി. ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തലാമീദ് ഖുലഫാവ്, പ്രത്യേകിച്ചും മലബാറിലെ നായിബ് ഇമാം അഹ്മദ് റള മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനവറുകളെയും ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളോട് ഇന്ന് പലർക്കും ഇല്ലാ മാഷാ അല്ലാഹ് പലർക്കും മതിപ്പും ബഹുമാനവും സ്നേഹം കുറയാൻ കാരണം മറ്റൊന്നുമല്ല, ബിദ്അത്തുകാരോടുള്ള സഹവാസമാണ്. ദാറുൽ ദേവബന്ദ് ഹാജി ആബിദ് ഹുസൈൻ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ പിന്നീട് ഖാസിം നാനോത്തി പോലത്തെ ദേവബന്ദി വഹാബികൾ മുദർറിസായി വന്ന്, അങ്ങനെ ഒരുപാട് ദേവബന്ദി വഹാബികൾ അവിടെ മുദർറിസായി വന്ന് അവിടെ ദേവബന്ദി വഹാബികൾ പഠിക്കാൻ വന്നു. ആ സഹവാസം ഉണ്ടായ പലർക്കും ഇന്നും ആലാ ഹസ്രത്തിന്റെയും ഇമാം ശാരിയാത്ത് റഹിമഹുള്ള പോലത്തെ മഹാന്മാരുള്ള മതിപ്പും ബഹുമാനം വന്നു കിട്ടുന്നില്ല. അതേ സ്ഥാനത്ത് ദേവബന്ദി വഹാബികളോടുള്ള ബഹുമാനവും മതിപ്പും ഇന്നും അവരെ മനസ്സിൽ നിറച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം കാരണം സുഹബത്തുൽ അസ്റാരി തൂജിബു സൂഅൽ ദന്നി ബിൽ അഖ്യാർ. അതേപോലെ വെല്ലൂരിലെ ബാഖിയാത്തു സ്വാലിഹാത്ത്, അബ്ദുൽ വഹാബ് വെല്ലൂരി ബാനി ഹസ്രത്ത് അല്ലാമ അഹ്മദ് ബിൻ സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനാണ്. സാഹിബുൽ ഇയാനത്ത് അബൂബക്കർ ദിമിയാത്തി റഹിമഹുള്ളയും ആലാ ഹസ്രത്ത് ഇമാം അഹ്മദ് റളിയും ബാഖിയാത്തിലെ ബാനി ഹസ്രത്തും അഹ്മദ് ബിൻ സൈനി ദഹ്ലാൻ അൽ ജീലാനി റഹ്മത്തുള്ളാഹിയുടെ തലാമീദിൽപ്പെട്ടവരാണ്. എന്നാൽ അബ്ദുൽ വഹാബ് വെല്ലൂരി റഹ്മത്തുള്ളാഹി അലൈഹി ശേഷം ദേവബന്ദികളോട് സഹവസിച്ചതിൻ്റെ പേരിൽ, ദേവബന്ദികളോട് സഹവസിച്ച് ദേവബന്ദിൽ നിന്ന് പാസ്സായി ചില മുദർറിസുകൾ ബാഖിയാത്തു സ്വാലിഹാത്തിൽ വന്നു. അതിൻ്റെ ഒരു ചെറിയ അംശം ദേവബന്ദി വഹാബികളോട് സഹവസിച്ചതിൻ്റെ പേരിൽ സുഹബത്തുൽ അസ്റാരി തൂജിബു സൂഅൽ ദന്നി ബിൽ അഖ്യാർ. പലരും എവിടെ പഠിച്ചെങ്കിലും അശ്അരി ഇമാം അബുൽ ജുബായിൻ്റെ അടുത്ത് പഠിച്ചെങ്കിലും അബുൽ ജുബായിന്റെ മദ്ഹബെല്ലാം തർക്ക് ചെയ്ത് സുന്നത്ത് ജമാഅത്താണ് അശ്അരി ഇമാം ഇവിടെ പ്രചരിപ്പിച്ചത്. ആ ത്വരീഖ് സ്വീകരിച്ചവരാണ് അധിക അകാബിരിങ്ങളുമായ പണ്ഡിതന്മാർ. നവറല്ലാഹു മർഖദഹും ഹഫദഹുമുല്ലാഹു തആല. ഹയാത്തുള്ളവർക്കൊക്കെ അല്ലാഹു തആല ഇസ്തിഖാമത്തോട് കൂടി ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും റബ്ബു ദറജാത്ത് അല്ലാഹു നൽകട്ടെ. അപ്പോൾ ഏതായാലും ദേവബന്ദി വഹാബികളോട് സഹവസിച്ചതിന്റെ പേരിൽ സുഹബത്തുൽ അസ്റാരി തൂജിബു സൂഅൽ ദന്നി ബിൽ അഖ്യാർ. ബിദ്അത്തുകാരോടുള്ള സഹവാസം അത് നല്ലവരോട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ദേവബന്ദി വഹാബികളോട് സഹവസിച്ചതിന്റെ പേരിൽ മഹാനായ ഇമാം അഹ്മദ് റള, ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി പോലത്തെ മഹത്തുക്കളോടും ബരേൽവി മശായിഖ് അഹ്ലി സുന്നയോടും ബഹുമാനവും സ്നേഹമെല്ലാം കുറയാൻ കാരണം മറ്റൊന്നും അല്ല. ബാഖിയാത്തു സ്വാലിഹാത്ത് വെല്ലൂരിലെ സ്ഥാപനവും ബിദ്അത്തുകാർ കൂടിക്കലർന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മഖ്ബൂൽ അഹമ്മദ് ഷാ അൽ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവൽ മഖ്ബൂലിയയിൽ മഹാനവറുകൾ പറഞ്ഞു, ബാഖിയാത്തു സ്വാലിഹാത്തും സൂക്ഷിച്ചു കൊള്ളണം. ഖലത്ത് മലത്തുണ്ടായിട്ടുണ്ട് എന്ന് മഹാനവറുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഫത്വ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും സുഹബത്തുൽ അസ്റാരി തൂജിബു സൂഅൽ ദന്നി ബിൽ അഖ്യാർ, അതാണ് അക്ബറിന്റെ ചരിത്രത്തിലുമുള്ളത്, അതാണ് പലരുടെയും ചരിത്രത്തിലുള്ളത്. ബിദ്അത്തുകാരുള്ള സഹവാസമാണ് മഹത്തുക്കളോടുള്ള മതിപ്പും അഹ്ലുസുന്നയുടെ ഔലിയാ മശായിഖിനോടുള്ള മതിപ്പും ഇല്ലാതെയാക്കിയ കാരണമുണ്ടായത്. അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫസാനി അഷ്ശൈഖ് അഹ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ
സഫറുൽ ഖൈർ 28 1304 ഹിജ്റയിലാണ് മഹാനവറുകൾ വഫാത്തായത്. 63-ാമത്തെ വയസ്സിൽ. ബഹുമാനപ്പെട്ടവർ ഹവേലി അതിൻ്റെ ആ ഭാഗത്ത്, അതായത് മശ്രിക്കി പഞ്ചാബിലെ സർഹിന്ദ് ഷെരീഫിലാണ് മഹാനവറുകളെ ദഫ്നു മുബാറക്ക് നടത്തപ്പെട്ടത്. തദ്കിറത്തു മശായിഖിൽ ഇസ്ലാം 388 മുതൽ 389 വരെയുള്ളതിലും പറഞ്ഞത് കാണാം. മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ അതിനെ പല അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇന്നല്ലാഹു യബ്അസു ലിഹാദിഹിൽ ഉമ്മ അതിന് വിശദീകരിച്ചിട്ടുണ്ട് ഫൈദുൽ ഖദീറിലും അതുപോലെ ജാമിഉൽ ഉസൂലിലും എല്ലാം ഉള്ളതുപോലെ. മൻ എന്ന് പറഞ്ഞാൽ മുഫ്രദാണോ ജമ്മാണോ അല്ല വർഷത്തിൻ്റെ തുടക്കത്തിലാണോ അവസാനമാണോ അവസാനത്തിലാണെന്നും റാജിഹ് ചെയ്തുകൊണ്ടും അതോടുകൂടെ 100 വർഷത്തിന് തജ്ദീദ് പരിഷ്കാരം നടത്താൻ, ദീനിന് ശക്തി നടത്താൻ, ദീനിൽ വന്നുപോയ ദീനിൻ്റെ ആളുകൾ പലതും അതിൽ കടത്തിക്കൂട്ടുമെല്ലാം ക്ലീൻ ചെയ്ത് യഥാർത്ഥ ദീനെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഓരോ നൂറ്റാണ്ടുകളിലും മുജദ്ദിദുകൾ അള്ളാഹു അയക്കുമെന്നും ആ മുജദ്ദിദുകൾ ആരെല്ലാമെന്ന് തബീനി കദീബിൽ മുഫ്തരിയിലും അതുപോലെ ഹാമിഷ് ബിഖിയ തൽഖീസ് ഇബ്നു സിയാദിലും അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ കാണാം. ഇമാം സുയൂത്തി റഹിമത്തുള്ളാഹിയുടെ ഖസീദയിലും അതുപോലെ മദ്ഹറുൽ മനാഖിബിലും അതുപോലെ ഗ്രന്ഥങ്ങളൊക്കെ കാണാം. ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഖാസിദുൽ ഹസന, ഹാഫിദ് സഖാബി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ മഖാസിദുൽ ഹസനയുടെ, അതായത് തൈലീഖാത്തുർ റളിവിയ്യയുടെ 5-ാം വാല്യം 429-ാമത്തെ പേജിൽ തൈലീഖുർ റളിവി അലൽ മഖാസിദുൽ ഹസനയിൽ ബഹുമാനപ്പെട്ട ആല ഹദ്റത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഹാഫിദ് സഖാബി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ അത് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ബഹുമാനപ്പെട്ട ആല ഹദ്റത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തൈലീഖാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരെല്ലാമാണ് മുജദ്ദിദുകൾ എന്ന് മഹാനവർ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും 10-ാം നൂറ്റാണ്ടിൽ അല്ല 11-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായ മുജദ്ദിദ് അൽഫിസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി, 11-ാം നൂറ്റാണ്ടിലാണെങ്കിലും വിളിപ്പേര് മുജദ്ദിദ് അൽഫിസാനി എന്ന് അബ്ദുൽ ഹക്കീം ശാലിക്കുട്ടി റഹ്മത്തുള്ളാഹി വിശേഷം നൽകിയ ആ പുണ്യപേര്. ഏതായാലും ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽഫിസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ ഉറൂസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകളുടെ കാലക്കാരണം അഖ്ബാറുൽ അഖ്യാറിനെ അവസാനമായി മനാഖിബ് അനുസ്മരിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി മാ സബത മിന സുന്നയിൽ പറഞ്ഞതുപോലെ ഉറൂസ് മുബാറക്കിന്റെ ദിനം ബാക്കി ദിനത്തെക്കാളും ഒരുപാട് നൂറുകളും പ്രകാശങ്ങളും ബർക്കത്തുകളും ഉണ്ടാകുമെന്ന് മഹാനായ അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി മാ സബത മിന സുന്നയിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽഫിസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റളിയല്ലാഹു തആല അൻഹു നഫഅനാ ബിഹി മഹാനവറുകളുടെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ സഫറുൽ വഫാത്തായ അതുപോലെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താനപ്പെട്ട ഇന്ത്യ രാജ്യത്തിന്റെ തഹ്രീക് ജംഗ് ആസാദി 1857, അതുപോലെ തഹ്രീക് ആസാദി 1947 ആഗസ്റ്റ് 15 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഈമാൻ സലാമത്തിന് വേണ്ടിയും നരകത്തിൽ നിന്ന് മോചനം കിട്ടാനും ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തൊട്ട് മോചനം ലഭിക്കാനും ഇന്ത്യ മോചനമാകാൻ വേണ്ടി എല്ലാം പ്രവർത്തിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ഔലിയാ ഉലമാ മശായിഖിന്റെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. മുജദ്ദിദ് അൽഫിസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലാമ ഫദ്ൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ സയ്യിദുന ഉമറുൽ ഫാറൂഖ് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാനാണ് അല്ലാമ ഫദ്ൽ ഖൈറാബാദി തങ്ങളും. അല്ലാഹു ആ മഹാന്മാരുടെയൊക്കെ ദർജാത്ത് ഉയർത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരായ ഈ മഹത്തുക്കൾ പ്രത്യേകിച്ച് മുജദ്ദിദ് അൽഫിസാനി അഷൈഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് യൗമുർ റബ്ബാനിയീൻ സർവ്വ റബ്ബാനി മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും മാഫാക്കി തരുമാറാകട്ടെ. ജീവിതം ഖൈറാകുന്ന കാലത്തോളം അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്തിലായി അല്ലാഹു ഈ മഹത്തുക്കളുടെ ത്വരീഖിലായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഖൈറാകുമ്പോൾ ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്തായി ഈ മഹത്തുക്കളുടെ മദദും ഹിമായത്തും ശഫാഅത്തോടുകൂടെ നല്ല നിലക്ക് അല്ലാഹു തആല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി والإمام المجدد الشيخ أحمد السرهندي رضي الله تعالى عنه وسائر أشياخه وأسلافه وأخلافه وجميع المؤمنين والحمد لله رب العالمين. دعاء وصية السلام عليكم ورحمة الله وبركاته.